രാജ്യസ്നേഹികളെന്ന് വിളിച്ചുകൂവി പറയുന്ന BJPയുടെ നേതാക്കളോടും പ്രവർത്തകരോടും ചോദിക്കുകയാണ്, അല്ലയോ അർണബ് ഗോസ്വാമിയെ തിഹാർ ജയിലിലേക്ക് പറഞ്ഞയക്കുന്നില്ലേ? അർണബ് ഗോസ്വാമിയെ തടവറയിലേക്ക് പറഞ്ഞയക്കാൻ എന്താ നിങ്ങൾക്ക് ഇത്രത്തോളം മടി? രാജ്യത്തെ ജവാന്മാരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് UAP ചുമത്തിയിട്ട് അറസ്റ്റ് ചെയ്യുന്ന കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസികൾക്ക് അർണബ് ഗോസ്വാമിയുടെ മുന്നിൽ മുട്ടുവിറക്കുന്നത് എന്തുകൊണ്ടാണ്? BJPയോട് 3 ചോദ്യങ്ങൾ. കേന്ദ്രം അതുപോലെ തന്നെ രാജ്യത്തെ സൈനിക മേധാവികൾ മാത്രം അറിഞ്ഞ വിവരം എങ്ങനെയാണ് ദിവസങ്ങൾക്ക് മുൻപേ അർണബ് ഗോസ്വാമി അറിഞ്ഞത്? അതായത് ഇന്ത്യയുടെ തിരിച്ചടി എന്ന് കേന്ദ്രം വിശേഷിപ്പിക്കുന്ന ബലാക്കോട്ട് തിരിച്ചടി അർണബ് എങ്ങനെ അറിഞ്ഞു? 2, പുൽവാമ ഭീകരാക്രമണം മാധ്യമ നേട്ടമായി ആഘോഷിച്ച് അതിൽ സന്തോഷം പങ്കുവച്ച അർണബ് ഗോസ്വാമിയെ രാജ്യദ്രോഹി എന്ന് പ്രഖ്യാപിക്കാൻ എന്തുകൊണ്ട് BJP മടി കാണിക്കുന്നു? ബലാക്കോട്ട് വിവരങ്ങൾ, രാജ്യസുരക്ഷാ വിവരങ്ങൾ ആരാണ് അർണബിന് നൽകിയത്? അത് അമിത്ഷയാണോ? ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ വസ്തുതാപരമായ ഉത്തരം നൽകിയില്ല എങ്കിൽ രാജ്യത്തെ ജനങ്ങൾ നിങ്ങളെ വേട്ടയാടുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വാ തുറന്ന് അലറി വിളിച്ചുകൊണ്ട് പലപ്പോഴായി മാധ്യമങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ട് രാജ്യത്തിന് വേണ്ടത് എന്താണ്, രാജ്യത്തിന്റെ താല്പര്യം അറിയൂ എന്ന് ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറയുന്ന അർണബ് ഗോസ്വാമി എന്ന നരഭോജിയായിട്ടുള്ള മാധ്യമ പ്രവർത്തകന്റെ തനിനിറം ചാറ്റ് വിവരങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ എന്തുകൊണ്ടാണ് രാജ്യത്തെ അധികാരവർഗങ്ങൾ, രാജ്യത്തെ സുരക്ഷാ ഏജൻസികൾ, അന്വേഷണ ഏജൻസികൾ നിശബ്ദരായി നിൽക്കുന്നത്? പറയേണ്ടതുണ്ട്. BJPയുടെ കേരളത്തിലെ നേതാക്കൾ, ദേശീയ തലത്തിലുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം പോലും നടത്തിയില്ലല്ലോ. അർണബ് ഗോസ്വാമിയെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് ദേശസ്നേഹിയെ, രാജ്യസ്നേഹിയെ, രാജ്യത്തെ ഏറ്റവും നല്ല മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റുകളുമായി വന്ന BJPയുടെ നേതാക്കൾ 40ഓളം വരുന്ന ഈ രാജ്യത്തെ സംരക്ഷിച്ച, ഈ രാജ്യത്തിന് കവചമായി നിന്നിരുന്ന നമ്മുടെ സൈനികരുടെ മരണത്തിൽ, അവരുടെ കൊലപാതകത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച ഈ ജന്തുവിനെതിരെ എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല? എവിടെ പോയി നിങ്ങളുടെ രാജ്യസ്നേഹം? ഇതാണ് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങളൊക്കെ കപട രാജ്യസ്നേഹികളാണ് എന്ന്. നിങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയാണ് എന്ന്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുമ്പോൾ അതിൽ നേട്ടം കൊയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ രാജ്യത്തെ ഉപയോഗിക്കുന്നുള്ളത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. ഇവിടെ BJPയുടെ തനിഗുണം രാജ്യത്തെ എല്ലാ ജനങ്ങളും മനസ്സിലാക്കിയിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ മൗനം, അമിത്ഷയുടെ മൗനം, അങ്ങനെ പല ആളുകളുടെയും മൗനം ചർച്ചയാവുകയാണ്. അർണബ് പറഞ്ഞ ആ വലിയ മനുഷ്യൻ അമിത്ഷയാണ് എങ്കിൽ, അത് ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ കൃത്യമായി പറഞ്ഞു തരാം, വലിയ തിരിച്ചടി നിങ്ങൾ നേരിടും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.